മന്ത്രി കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടെന്ന യു.ഡി.എഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായതിനെ തുടർന്ന് കെ ബാബു രാജി പിൻവലിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നെന്നും മന്ത്രിസ്ഥാനത്ത് തുടരുമെന്നും കെ ബാബു പറഞ്ഞു. ഞാൻ ഓഫർ ചെയ്ത രാജി പിൻവലിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. എന്നെ ഇന്നത്തെ നിലയിൽ ഞാനാക്കി മാറ്റിയതിൽ എൻ്റെ പ്രസ്ഥാനത്തിനും യു.ഡി.എഫിനും വലിയൊരു പങ്കുണ്ട്. മന്ത്രി കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടെന്ന യു.ഡി.എഫ് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായതിനെ തുടർന്ന് കെ ബാബു രാജി തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നെന്നും മന്ത്രിസ്ഥാനത്ത് തുടരുമെന്നും കെ ബാബു പറഞ്ഞു. തൃശൂർ വിജിലൻസ് കോടതിയുടെ ശക്തമായ വിമർശനത്തെ തുടർന്നാണ് കെ ബാബു നേരത്തെ രാജിവെച്ചത്. തുടർന്നുണ്ടായ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ രാജി തീരുമാനം പിൻവലിക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ ഡാനി പോൾശ്ശേരിയാണ്. ഡാനി, തീർത്തും നാടകീയമായ രംഗങ്ങൾ, തീർത്തും രാഷ്ട്രീയ നാടകം എന്ന് തന്നെ പറയാം. ആ ഒരു നീക്കങ്ങൾക്കൊടുവിൽ രാജി ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, രാജി പിൻവലിച്ചിരിക്കുന്നെന്നാണ് കെ ബാബു ഏറ്റവും ആദ്യമായി പ്രഖ്യാപിച്ചത്. കാരണം അദ്ദേഹം ഇതിനെ പറഞ്ഞത് ഒരു കാരണം തനിക്ക് വലുത് പാർട്ടിയാണ്, അതോടൊപ്പം തന്നെ പാർട്ടി ഒന്നടങ്കം ആവശ്യപ്പെടുന്നു, ഇന്നത് യു.ഡി.എഫ് തീരുമാനം ആവശ്യപ്പെടുന്നു, ഇത് രാജി പിൻവലിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ താൻ ആ തീരുമാനത്തെ വലിയ വില കൊടുക്കുന്നു, ബഹുമാനിക്കുന്നു. തന്നെ ഇത്രയും എത്തിച്ചത് പാർട്ടിയാണ്, അതുകൊണ്ട് ആ തീരുമാനങ്ങളെ മാനിക്കേണ്ട ഒരു ബാധ്യത തനിക്കുണ്ട്. അത് മാനിച്ചുകൊണ്ട് താൻ രാജി പിൻവലിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായി തനിക്ക് ഈ തീരുമാനത്തോട് യോജിപ്പില്ല. കാരണം ഇത് താൻ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഏതെങ്കിലും രീതിയിലൊരു പരാമർശങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ താൻ അത് രാജിവെക്കും എന്ന് പറഞ്ഞിരുന്നു. അന്ന് താൻ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ധാർമ്മികതയുടെ പേരിൽ തന്നെയാണ് രാജിവെച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് തൃശൂർ വിജിലൻസ് കോടതിയുടെ നടപടികൾ നീട്ടിവെപ്പിക്കുക, അതോടൊപ്പം അതിനൊരു 2 മാസത്തേക്ക് അത് ദീർഘിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ തനിക്ക് രാജി പിൻവലിച്ച് തിരിച്ചു വരാമായിരുന്നു. പക്ഷെ വീണ്ടും താൻ തുടരുക തന്നെയാണ് ചെയ്തത്. കാരണം അത്തരമൊരു തീരുമാനം താൻ വ്യക്തിപരമായി തന്നെ എടുത്തതാണ്. എന്നാൽ ഇത് ഇപ്പോൾ പാർട്ടി ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത ഒരു ഇമേജ് തനിക്ക് ആവശ്യമില്ല. തന്റെ രാഷ്ട്രീയത്തിന്റെ എല്ലാ ഘട്ടത്തിലും തന്നെ മുഖ്യമന്ത്രി ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ഘട്ടത്തിൽ രാജി പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം തന്നെയാണ് താൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് താൻ തീരുമാനം പിൻവലിക്കുന്നു എന്നാണ് കെ ബാബു പറഞ്ഞത്. ഡാനി, അതോടൊപ്പം തന്നെ കെ ബാബുവിന്റെ രാജി തീരുമാനം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ ഈ രാജിയുമായി ബന്ധപ്പെട്ട് ചില നാടകങ്ങൾ അരങ്ങേറുകയുണ്ടായി. സംസ്ഥാന സർക്കാർ തന്നെ ഇജിയെ കൊണ്ട് ഹൈക്കോടതിയിൽ ഇത്തരമൊരു നിലപാട് എടുക്കുന്ന രീതിയിലേക്ക് അത് പരക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരുന്നു. ഇങ്ങനെയുള്ള ഈ തിരനാടകങ്ങൾക്കൊടുവിലാണ് ഈ രാജി. അതിന്റെ രാഷ്ട്രീയത്തെ കൂടി എങ്ങനെ വിലയിരുത്താം? സുരേഷ്, ഇപ്പോൾ രാജി പിൻവലിക്കുകയല്ലാതെ മറ്റൊരു പോംവഴി കെ ബാബുവിനില്ല. കാരണം നിലവിൽ അദ്ദേഹം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിലവിൽ ഇന്ന് അദ്ദേഹം കടുത്ത സമ്മർദ്ദത്തിനിടെ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, തന്റെ കുടുംബം രാജി പിൻവലിക്കുന്ന ഒരു തീരുമാനത്തിനോട് എതിര് നിൽക്കുന്നു എന്നാണ്. തന്റെ ഇതുവരെയുള്ള ഒരു തീരുമാനത്തിലും അവർ കൈകടത്തിയിരുന്നില്ല. പക്ഷെ ഇന്ന് അവർ രാജി പിൻവലിക്കരുത് എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പാർട്ടിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള വളരെ കടുത്ത ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് എത്രത്തോളം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് കെ ബാബു രാജി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ അത് സമ്മർദ്ദത്തിലാക്കുക തീർച്ചയായും മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദിനെയും തന്നെയായിരുന്നു. കാരണം ധാർമ്മികതയെ ചൊല്ലി കെ ബാബു തന്റെ രാജി പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് മന്ത്രിമാർക്ക് അത് ഇല്ല എന്നതുകൂടി അർത്ഥമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉയരുന്ന ഒരു ചോദ്യവും വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച കെ ബാബു ഇപ്പോൾ അത് മറക്കുന്നു? കാരണം ഹൈക്കോടതി വിധി അത്തരം ഒരു ഉത്തരവ് മറയാക്കിക്കൊണ്ട് തന്റെ രാജി പിൻവലിക്കാൻ തയ്യാറാകുന്നു എന്നതും കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള അത്തരം നീക്കങ്ങളുടെ എല്ലാം തന്നെ ഒരു ആകെ തുകയുടെ ഫലം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ യു.ഡി.എഫിൽ ഇന്നുണ്ടാക്കിയ അത് പൂർണ്ണമായും തന്നെ അതൊരു തിരക്കഥ തന്നെയാണ്. കാരണം
ബാബു രാജിവെച്ചിട്ട് രാജിക്കത്ത് മുഖ്യമന്ത്രി കൈമാറാതിരിക്കുക, ഗവർണർക്ക് സമർപ്പിക്കാതെ അത്തരം തീരുമാനങ്ങൾ നീട്ടിക്കൊണ്ടുപോവുക, അത്തരം തികച്ചും കൈമാറുകയാണെങ്കിൽ പിന്നീട് അതിന്റെ ഒരു പ്രൊസീഡിങ്സിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു തിരിച്ചുവരവിന് കെ ബാബുവിന് അവസരമില്ലാതെ പോകുന്നു. അതുകൊണ്ട് അത്തരം ആ ഒരു വഴിയിലേക്കൊന്നും നീങ്ങാതെ കെ ബാബുവിനെ ഹൈക്കോടതിയിൽ നിന്നുള്ളൊരു ഉത്തരവ് സമ്പാദനത്തിനായി അവസരം നീട്ടിക്കൊണ്ടു പോവുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. വീണ്ടും മുഖ്യമന്ത്രിക്ക് ആര്യാടൻ മുഹമ്മദിനുമെതിരെയുണ്ടായ പരാമർശങ്ങൾ അത് കടുത്ത സമ്മർദ്ദത്തിലാക്കിയെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിലൂടെ ഉത്തരവിലൂടെ തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കെ ബാബു ഇത്തരമൊരു തീരുമാനത്തിൽ നിന്ന് മാറി നിന്നാൽ അത് മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും തിരിച്ചടിയാകുന്നു എന്ന് തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ഒരു വിലയിരുത്തലിലേക്ക് ജനത്തെ നയിക്കാതിരിക്കുക എന്നതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കെ ബാബു ഇപ്പോൾ രാജി പിൻവലിക്കുന്നത്. വ്യക്തമാണ്. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കെ ബാബു രാജി തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഡാനി പോൾ നൽകിയത്. ബാർക്കോഴ കേസിൽ രാജിവെച്ച കെ എം മാണി മന്ത്രിസഭയിൽ തിരികെ എത്തണമെന്നും യു ഡി എഫ് യോഗത്തിൽ ആവശ്യമുയർന്നു. മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ധൃതിയോ ആഗ്രഹമോ ഇല്ലെന്ന് കെ എം മാണി പറഞ്ഞു. പാർട്ടിയോട് ആലോചിച്ച് തീരുമാനമെന്നും കെ എം മാണി വ്യക്തമാക്കി. അതുപോലെ തന്നെ കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ല, മാണി സാർ തിരിച്ച് മന്ത്രിസഭയിലേക്ക് വരണമെന്നുള്ളതാണ്. എന്താണ് മാണി സാറിന് യു ഡി എഫ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയട്ടെ. പക്ഷെ മന്ത്രിസഭയിലേക്ക് തിരികെ പ്രവേശിക്കുവാൻ എനിക്ക് വലിയ ധൃതിയോ ആഗ്രഹമോ ഇല്ല. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പാർട്ടിയുമായി ആലോചിച്ച് യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഈ വിഷയത്തിൽ പാർട്ടിയുമായിട്ട് കുതിക്കൊള്ളുന്നില്ല. കെ എം മാണിയെയും കെ ബാബുവിനെയും മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം അധാർമികമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിയുടെ തിരക്കഥയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ജനം ഇത് കൊണ്ടൊന്നും യു ഡി എഫിനെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥക്കനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ തന്നെ അഴിമതി കേസിൽ പെട്ടപ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരെ ആദർശത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ ഉമ്മൻചാണ്ടി അവരൊക്കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഇത്ര ദുർബലമായ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് അധാർമികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, പാർലമെൻ്ററി വ്യവസ്ഥയോടും നീതിന്യായ വ്യവസ്ഥയോടുമുള്ളൊരു വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. മാണിയുടെ കാര്യം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇത് തനിക്ക് രക്ഷപ്പെടാൻ ഇങ്ങനെയുള്ളതിൽ പെട്ടവരെല്ലാം എൻ്റെ ചുറ്റും കൂടിക്കൊള്ളൂ എന്നുള്ള നിലപാടാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാൻ പോകുന്നില്ല. സോളാർ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി അത് പറയാൻ തയ്യാറാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. TP ശ്രീനിവാസനെ മർദ്ദിച്ച സംഭവം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടിയേരി പറഞ്ഞു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFിന്റെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോളാർ കേസിൽ സരിത നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകളിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത്. എന്നാൽ ഈ ഗൂഢാലോചന പുറത്തു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ രക്ഷപ്പെടാനായി മനസാക്ഷിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് മുഖ്യനെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത് സ്വന്തം പാളയത്തിലുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ആ ഗൂഢാലോചന ആരാണെന്ന് തുറന്നു പറയാത്തത്? എപ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺസ്പിറസി നടത്താറ് സ്വന്തം പാർട്ടിയിലുള്ളവരാണ്. രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി മനസാക്ഷിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. കേസിൽ തെളിവ് നശിപ്പിച്ച IG പോലും മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കോവളത്ത് SFI പ്രവർത്തകൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ TP ശ്രീനിവാസനെ മർദ്ദിച്ച നടപടി പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടിയേരി പറഞ്ഞു. മദ്യനയത്തിന്റെ കാര്യത്തിൽ മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFിന്റെ നയം. LDF അധികാരത്തിൽ വന്നാൽ കള്ളുചെത്ത് വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്നും കോടിയേരി പ്രതികരിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ UAPA വകുപ്പ് ചുമത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് P ജയരാജനെ ജയിലിലടയ്ക്കണം എന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ലക്ഷ്യം. ഇരട്ട നീതിയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരം നടപടിയിലൂടെ നടപ്പാക്കുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. UAPA ജയരാജനെതിരെ ചുമത്തിയത് ബോധപൂർവമായി ചുമത്തിയതാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ജയരാജനെ ജയിലിലടക്കണം, അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു കേസാണ്. ഒരു ജനവിധിയിലൂടെയല്ലാതെ LDF ഒരു മന്ത്രിസഭയിലേക്ക് വരില്ല. സർക്കാരിനെ അട്ടിമറിക്കാനായി LDF ആർക്കും പണം നൽകിയിട്ടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വിജിലൻസ് കോടതി വിധിയെ സസ്പെൻഡ് ചെയ്ത ഹൈക്കോടതി വിധിയെ സമൂഹത്തിലെ പലരും സംശയത്തോടെ കാണുന്നുവെന്ന് പിണറായി വിജയൻ. ജഡ്ജിമാരെ അധിക്ഷേപിക്കരുത്, ഉപേതായാലും അങ്ങനെ ചെയ്യരുതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. സോളാർ കേസിലെ തന്റെ പങ്കാളിത്തം പുറത്തുവരാതിരിക്കാൻ ഉമ്മൻചാണ്ടി എന്ത് നെറികെട്ട കളിയും കളിക്കുമെന്നും പിണറായി പറഞ്ഞു. തനിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയെ അനുയായികളെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന നടപടി ഉമ്മൻചാണ്ടി അവസാനിപ്പിക്കണമെന്ന് പിണറായി പറഞ്ഞു. ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് വിജിലൻസ് ജഡ്ജി പറഞ്ഞത്. ഇതിന് 2 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ച ജസ്റ്റിസ് ഉബൈദിന്റെ നടപടി സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന് പിണറായി പറഞ്ഞു. അപ്പോൾ ജഡ്ജിയുടെ വിധിയെപ്പറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സംശയമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ഞാൻ ആ സംശയമായിട്ട് ഉന്നയിക്കുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മാത്രമല്ല, സമൂഹത്തിൽ ധാരാളം പേർക്ക് ഈ സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. സോളാർ തട്ടിപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരെ ഒരു അന്വേഷണവും നടക്കരുതെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു. ഇത് ഹൈക്കോടതി പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത് നടന്നു. തിരുവനന്തപുരത്ത് വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്ത നടപടിയോട് യോജിപ്പില്ലെന്ന് പിണറായി പറഞ്ഞു. അതൊരു അതിർകടന്ന നടപടിയായിട്ടുണ്ട്. അതായത് ശ്രീനിവാസൻ ഇതിനെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് ശ്രീനിവാസനോട് പ്രതിഷേധം ഉണ്ടാകാം, അത് വേറെ. അത് വ്യക്തിപരമായ പ്രതിഷേധമല്ലാലോ, വ്യക്തിപരമായി ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ലാലോ. വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരണത്തിനെതിരെയുള്ള ജനകീയ സമരങ്ങളെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ഇത് ഇടയാക്കുമെന്നും പിണറായി പറഞ്ഞു. പാലക്കാട് നിന്നും സാലി മുഹമ്മദ്. സോളാർ കമ്മീഷനിൽ മൊഴി നൽകുന്നതിന് 2 ആഴ്ച മുൻപ് മുഖ്യമന്ത്രിയെ താൻ വിളിച്ചിരുന്നുവെന്ന് സരിത. പണം തിരികെ കിട്ടാനുള്ള അവസാന ശ്രമമായാണ് മുഖ്യമന്ത്രിയെ വിളിച്ചത്. സോളാർ പദ്ധതിക്ക് ടെൻഡർ ലഭിച്ച സുരാന വെഞ്ചേഴ്സിന്റെ ഉപകരണങ്ങൾ നിലവാരമില്ലെന്ന് കണ്ടാണ് അനർട്ട് ഇവർക്കുള്ള തുക പിടിച്ചുവെച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയും ആര്യാടനും ഇടപെട്ട് അനർട്ടിനെ കൊണ്ട് തുക കൊടുപ്പിച്ചുവെന്നും സരിത പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിൽ വെളിപ്പെടുത്തി. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയെ താൻ 2 ആഴ്ച മുൻപ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെ ഫോണിലാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത്. ഇതിൻ്റെ ഫോൺ രേഖകൾ കയ്യിലുണ്ടെന്നും അത് കമ്മീഷനിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും സരിത പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയോട് 2 ആഴ്ച മുമ്പ് സംസാരിച്ചിരുന്നു. അതായത് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ് ശർമ്മ സാറിൻ്റെ ഫോണിൽ അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു. ഇതിന്റെ തീയതിയൊക്കെ എല്ലാം ഉണ്ട്. അതിലൊന്നും തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. സോളാർ പദ്ധതിക്ക് ടെൻഡർ ലഭിച്ച ടീം സോളാറിന്റെ മാതൃകമ്പനിയായ സുരാന വെഞ്ചേഴ്സിന്റെ ഉപകരണങ്ങൾ നിലവാരമില്ലാത്തതാണെന്ന് കണ്ട് അനർട്ട് ഇവർക്കുള്ള തുക തടഞ്ഞുവെച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും ആര്യാടനും ഇടപെട്ട് അനർട്ടിനെ കൊണ്ട് 35 ലക്ഷം രൂപ സുരാന വെഞ്ചേഴ്സിന് കൊടുപ്പിക്കുകയായിരുന്നുവെന്നും സരിത വെളിപ്പെടുത്തി. സുരാന വെഞ്ചേഴ്സ് കൊടുത്ത പ്രോഡക്ട്സ് പിന്നെ അപ് ടു ദ മാർക്ക് അല്ല എന്നും പറഞ്ഞിട്ട് അനർട്ടിലൊരു റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അനർട്ട് 35 ലക്ഷം രൂപയുടെ കുടിശ്ശിക പിടിച്ചു വെച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ട് മുഹമ്മദ് സാറും 23 ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്തു. അബ്ദുള്ളക്കുട്ടിക്കെതിരെ കേസ് കൊടുപ്പിച്ചതും പിന്നീട് പിൻവലിക്കാൻ നിർദ്ദേശിച്ചതുമെല്ലാം തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ചേർന്നാണ്. സംസ്കാരശൂന്യമായി തന്നോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പെരുമാറിയിട്ടില്ലാത്തതിനാൽ അദ്ദേഹം പിതൃതുല്യനും അതേസമയം തന്നിൽ നിന്ന് കോഴ വാങ്ങി പറ്റിച്ചിട്ടുണ്ടെന്നും സരിത ആവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന അന്യോന്യം ഇന്ന് രാത്രി 7-ന് സംപ്രേഷണം ചെയ്യും. വാർത്തയിലേക്ക്. കോടതി വിധികൾ മാധ്യമങ്ങൾക്ക് വിമർശിക്കാമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വിമർശനമുണ്ടായാലേ നല്ല വിധികൾ ഉണ്ടാകുമെന്നും വിധി പറയുന്ന ജഡ്ജിയുടെ ബന്ധുത്വം പറയുന്നത് ശരിയല്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. അറിയാൻ വയ്യാത്ത ആളുകളുടെ ജഡ്ജ്മെന്റിന്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാകും. വിളിച്ചു പറയും, അത് മറ്റേ അയാളെ ഇന്ന ബന്ധുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇതൊക്കെ അങ്ങ് പറയുന്നത് വളരെ വിവരക്കെടാ വിളിച്ചു പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് ആ വിചാരണ നല്ലതല്ല. ജഡ്ജിക്കെതിരെ അസഭ്യവർഷവുമായി K. സുധാകരൻ. ജഡ്ജിക്ക് തലയ്ക്ക് അസുഖമുള്ളതുകൊണ്ടാണ് സരിതയുടെ വാക്കുകേട്ട് കേസെടുത്തതെന്നും സരിത അഭിസാരികയാണെന്നും K. സുധാകരന്റെ അധിക്ഷേപം. വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണോ സരിത? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തന്നോടൊപ്പം കിടക്കറ പങ്കിട്ടവരെ കുറിച്ച് പത്രത്തിന്റെ താളുകളിൽ വർണ്ണോജ്വലമായി സ്വയം പറഞ്ഞ് അഭിമാനിച്ച ഒരു അഭിസാരികയായ സരിതയുടെ വാക്ക്, സരിതയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അതേ നിലവാരത്തിൽ തൂക്കാൻ ഈ ജഡ്ജിനെന്റെ തലക്ക് അസുഖമാണോ? ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം.
ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. സർക്കാർ അവഗണനയ്ക്കെതിരെ പരാതിയുമായി പാലക്കാട്ടെ കായിക താരങ്ങൾ പിണറായിക്ക് മുന്നിലെത്തി. നിയമനങ്ങൾ നടത്താതെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നു എന്നായിരുന്നു യുവാക്കളുടെ ആക്ഷേപം. വടക്കഞ്ചേരിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നവകേരള മാർച്ച് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചത്. കായിക താരങ്ങൾ, പരിശീലകർ, മുൻ കായിക താരങ്ങൾ എന്നിവർക്കെല്ലാം പരാതി മാത്രമാണ് പിണറായിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ടായിരുന്നത്. കായിക രംഗത്ത് മികവ് പുലർത്തുമ്പോഴും പാലക്കാട് ജില്ലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നിവർ പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാകാതെ നിൽക്കുന്നു. നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടോ സിന്തറ്റിക് ട്രാക്കോ ജില്ലയിലില്ല. ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ചർച്ചയിൽ ഉയർന്നു വന്നത്. ഒരുപാട് നാഷണൽ ഇൻ്റർനാഷണൽ അത്ലറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെതായ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഒരു സിന്തറ്റിക് ട്രാക്കില്ല, അതുപോലെ നല്ല ഫുഡില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് സ്പോർട്സ് ഹോസ്റ്റലുകളും അവിടെ അതിൻ്റെതായ ഫുഡും അതേ ഹൈ ഫെസിലിറ്റീസും അവർക്കുണ്ട്. നിയമനം നടക്കുന്നില്ലെന്ന പരാതിയുമായാണ് യുവജന സംഘടനാ പ്രതിനിധികളും റാങ്ക് ഹോൾഡേഴ്സ് ഭാരവാഹികളും എത്തിയത്. റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നം കൊണ്ട് പെൻഷൻ പ്രായവർദ്ധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇല്ല എന്ന് പറയുന്ന നിയമന നിരോധനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമന നിരോധനം ഇല്ലാന്ന് ഗവൺമെന്റ് പറയുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നിയമന നിരോധനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പിണറായി ഉറപ്പു നൽകി. മറ്റാവശ്യങ്ങളും ഗൗരവമായി പരിഗണിക്കും. PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിക്കുകയാണ്. ഇത്തരം സാഹചര്യം LDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും പിണറായി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് RSS ആസ്ഥാനത്തേക്ക് ഇടതുപക്ഷ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വിശദാംശങ്ങൾ നൽകാൻ മനുശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുകയാണ്. മനു, ഇപ്പോഴും പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മാർച്ച് നടത്തിയ വിവിധ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. SFI ഉൾപ്പെടെ SFI, ASF അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളിലെ ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നത്. ഇതിൽ തന്നെ കേന്ദ്ര സർക്കാർ തുടരുന്ന ദളിത് വിരോധ നിലപാടുകൾക്കെതിരെയുള്ള കനത്ത പ്രതിഷേധം ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. RSS ആസ്ഥാനത്തേക്ക് തന്നെ ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധ സ്വരവും പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ട് എത്തുകയായിരുന്നു. എന്നാൽ ഇവരെ അർദ്ധസൈനിക വിഭാഗങ്ങൾ അടക്കമുള്ളവർ തടയുകയും തുടർന്ന് ദില്ലി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെയും ദില്ലിയിലെ തന്നെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ സംയോജിച്ചുകൊണ്ട് 5000-ഓളം ആളുകൾ സംയോജിച്ച് ദില്ലിയിൽ കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ ഒരു മാർച്ചും നടത്തിയിരുന്നു. ഷബ്നം ഹാഷ്മി അടക്കമുള്ള പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരായിരുന്നു ഈ മാർച്ചിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നത്. രോഹിത് വെമുലയുടെ 27ാം ജന്മദിനമാണിന്ന്. അതിനാൽ തന്നെ ഈ ഒരു ഇത്രയധികം പ്രതിഷേധം ഉയർന്ന ഒരു സമരം ഉണ്ടായിട്ടും ഇത് അടിച്ചൊതുക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ തുടർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് അന്വേഷിക്കുന്നതിനായി റിട്ടയർഡ് ജസ്റ്റിസിനെ ഏകാംഗ കമ്മീഷനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ മറ്റും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിനിധികൾ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ ഇന്ന് RSS ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. എന്തായാലും ഈ പ്രതിഷേധ മാർച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശ ചെയ്യുന്നതിനായി വിദ്യാർത്ഥികൾ നടപ്പാക്കുകയാണ് എന്നാണ് എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പ്രതികരിച്ചിരിക്കുന്നത്. സുരേഷ്, വ്യക്തമാണ്. രോഹിത് വെമുലയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ RSS ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. മനുശങ്കരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകളിലേക്ക്. ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളം ഒന്നാമത്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ കേരളത്തിന് 2 മെഡൽ. ചിത്ര സിക്ക് വെള്ളിയും ചാന്ദിനിക്ക് വെങ്കലവും സ്വന്തമായി. ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ കേരളത്തിന്റെ സ്നേഹയ്ക്കാണ് സ്വർണം. ലോങ് ജമ്പിൽ ലിസ്ബത്ത് കരോളിന് സ്വർണം. ഷോട്ട്പുട്ടിൽ മേഘ മറിയം മാറ്റുവിനും സ്വർണം. സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ ഷെഹർബാനയ്ക്കും സ്വർണം. ഇതോടെ കേരളത്തിന്റെ സ്വർണ്ണ നേട്ടം 8ആയി. സീനിയർ ആൺകുട്ടികളുടെ 400 മീറ്ററിൽ തമിഴ്നാടിന്റെ R നവീൻ സ്വർണം നേടി.